നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ തൃക്കാർത്തിക ദിവസം വരുന്നത് ഡിസംബർ 3 4 എന്നുള്ള കാര്യത്തെക്കുറിച്ചും ദീപം തെളിയിക്കേണ്ടത് എന്നാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ പലർക്കും പല സംശയങ്ങളുമുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തൃക്കാർത്തിക ദീപം തെളിയിക്കേണ്ടത് നാളെയാണ്. അതുപോലെ തന്നെ വ്രതം എടുക്കുന്നവർക്ക് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഫലങ്ങളും എല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ ഒന്ന് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പൗർണമിയും കാർത്തിക നക്ഷത്രവും ചേർന്ന് വരുന്ന ദിനമായതിനാൽ നാളെയാണ്, അതായത് ഡിസംബർ 4 ദീപം തെളിയിക്കേണ്ടത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളാണ് ദേവിയുടെ ജന്മനാൾ അഥവാ തൃക്കാർത്തികയായി ആചരിക്കുന്നത്. അതനുസരിച്ചിട്ട് 2025 തൃക്കാർത്തിക വരുന്നത് ഡിസംബർ 4 വ്യാഴാഴ്ചയാണ്. ഇനി നമ്മൾ തൃക്കാർത്തിക വ്രതത്തിൻ്റെ അല്ലെങ്കിൽ തൃക്കാർത്തികയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് നോക്കാം. ദേവീപ്രീതിക്ക് അത്യുത്തമമായ ദിവസമാണ് ഈ തൃക്കാർത്തിക. ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തൃക്കാർത്തിക ദിനത്തിൽ ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ചിരാതുകൾ തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ദേവീ കടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖശമനത്തിനുമൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പാലാഴി മഥന സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി ആവിർഭവിച്ചത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് തൃക്കാർത്തിക ദിവസം ഈ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ നമ്മൾ ആചരിക്കുന്നത്. സുബ്രഹ്മണ്യനെ എടുത്ത് വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവതയായ കൃതികമാരാണ്. കൂടാതെ വിഷ്ണു പൂജയിൽ പ്രാധാന്യമുള്ള തുളസിയുടെ അവതാരവും ഈ ദിനത്തിലായിരുന്നു. അതിനാൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിച്ച് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ, ദേവി, സുബ്രഹ്മണ്യൻ, മഹാവിഷ്ണു എന്നിവരുടെ അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ മനസ്സിലെ ദുഷ്ടതകളും അതുപോലെ മാലിന്യങ്ങളും ഒക്കെ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കാനും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് വ്രതമെടുക്കുന്നതും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് തൃക്കാർത്തിക. വ്രതമെടുക്കേണ്ട രീതി 3 ദിവസമാണ് വ്രതമെടുക്കേണ്ടത്. അതായത് നാളെ കാർത്തികയാണ്, ഇന്നും കാർത്തികയുടെ അന്നും പിറ്റേന്നുള്ള രോഹിണി ദിവസത്തിലുമാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത്. ഡിസംബർ 3 നമ്മൾ വ്രതം എടുക്കാൻ ആരംഭിക്കണം, വ്രതം തുടങ്ങണം. പകലുറക്കം, മത്സ്യമാംസാദികൾ, എണ്ണ തേച്ചുള്ള കുളി എന്നിവയൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം രാവിലെ തന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി പുണ്യാഹമോ ചാണകവെള്ളമോ ഒക്കെ തളിച്ച് ശുദ്ധീകരിക്കണം. അതുപോലെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വിളക്ക് തെളിക്കേണ്ടതും ഉത്തമമാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വിളക്ക് തെളിക്കുക എന്നുള്ളത് ഭദ്രദീപമാണ് തെളിയിക്കേണ്ടത്. 5 തിരിയിട്ട വിളക്കാണ് തെളിയിക്കേണ്ടത്. ഇനി തൃക്കാർത്തിക ദിവസം, അതായത് ഡിസംബർ 4 അതിരാവിലെ തന്നെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ദേവീനാമങ്ങൾ ജപിച്ച ശേഷം മാത്രം ജലപാനം ചെയ്യുക. വ്രതദിനത്തിൽ പൂർണ്ണ ഉപവാസം പാടില്ല. നമ്മൾ അന്നേ ദിവസം ഒരിക്കലൂണാണ് ചെയ്യേണ്ടത്. ഒരിക്കലൂൺ എടുക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നുള്ള പ്രസാദം കിട്ടുമ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. അതുപോലെ നമ്മൾ പൂജാ സമയത്ത് നമ്മൾ ദേവീ സ്തുതികൾ, ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി സ്തവം എന്നിവ ഭക്തിപൂർവ്വം ജപിക്കുക. ദേവീക്ഷേത്ര ദർശനവും വളരെ നല്ലതാണ്. ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് കാർത്തിക വിളക്ക് തെളിയിക്കുന്നത്. അത് തെളിയിച്ചതിന് ശേഷം ഭക്തിയോടെ ദേവീ കീർത്തനങ്ങളൊക്കെ ആലപിക്കുക. ഇനി കാർത്തികയുടെ പിറ്റേന്ന് ഡിസംബർ 5 രോഹിണി ദിനത്തിലും വ്രതം അനുഷ്ഠിക്കണം. ഈ 3 ദിവസവും നമ്മൾ നല്ല മനസ്സോടുകൂടി വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ പെട്ടെന്ന് ഫലശുദ്ധി ഉണ്ടാകും. കുടുംബത്തിൻ്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനുമൊക്കെ തൃക്കാർത്തിക വ്രതം ഉത്തമമാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയുകയും സർവ്വദോഷങ്ങൾക്കും പലവിധ തടസ്സങ്ങൾക്കുമൊക്കെ മാറ്റമുണ്ടാവുകയും ചെയ്യും. നവരാത്രി വ്രതം പോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വിദ്യാപരമായ പുരോഗതിക്ക് കാരണമാവുകയും ചെയ്യും. പാരണ വീടുന്ന ദിവസം ഡിസംബർ 5 രോഹിണി നാളിലാണ്. ഈ ദിവസം നമ്മൾ പ്രഭാത സ്നാനത്തിന് ശേഷം തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യാഹം സേവിച്ചും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർ നാളെ ക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക്, നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ സന്ധ്യാസമയത്ത് നെയ്വിളക്ക് കത്തിച്ച് വെച്ച്, ഈ വ്രത ദിവസത്തെ കാര്യമാണ് പറയുന്നത്, വ്രത ദിവസം നെയ്വിളക്ക് കത്തിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകില്ല. ലളിതാ ത്രിശതീ സ്തോത്രവും മഹാലക്ഷ്മി അഷ്ടകവും മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി എന്നിവയെല്ലാം വളരെ വിശേഷപ്പെട്ടതാണ്. അതോടൊപ്പം ഒരു നെല്ലിക്ക
വാഴയിലക്കീറിലോ വെറ്റിലയ്ക്കുള്ളിലോ വെച്ച് ദേവിക്ക് സമർപ്പിക്കുന്നതായി സങ്കല്പിച്ച് കനകധാര സ്തോത്രം ജപിക്കുക. ദാരിദ്ര്യവും കടബാധ്യതയും അകന്ന് സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വ്രതമെടുക്കാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വ്രതം അനുഷ്ഠിച്ച് ദേവിയുടെ അനുഗ്രഹം നേടുക. എല്ലാവരും പൂർണ്ണ ഭക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി അനുഷ്ഠിക്കേണ്ടതാണ്. തൃക്കാർത്തിക വ്രതത്തിൽ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.